അങ്ങനെ ഞങ്ങളുടെ 5 ദിവസത്തെ ഗോവ ട്രിപ്പ്, 5 അല്ല 4 ദിവസമല്ല, 4 ദിവസത്തെ ഗോവ ട്രിപ്പ് കഴിഞ്ഞു. വെക്കേഷൻ കഥ ഇനി വീട്ടിൽ പോകണം. കുറച്ചാളായി വീട്ടിലൊക്കെ പോയിട്ട്. ഇവനും അതെ, ക്രിസ്മസ് ആഘോഷിക്കാം നമുക്ക്. ക്രിസ്മസ് അയ്യോ. ഓക്കെ, ബൈ ഗൈസ്. മെസ്സേജ് ഞങ്ങള് 100 പറയാൻ പറ്റില്ല ഗൈസ്. ഞങ്ങൾ മഡ്ഗോണിൽ തന്നെയാണ് ഇപ്പോൾ. ട്രെയിൻ പുലർച്ചെ രാവിലെ 9 മണിക്കാണ്. ഇത്ര നേരം ഞങ്ങൾ മഡ്ഗോണിൽ മുട്ടിപ്പുറകെയുള്ള സീറ്റിലിരുന്ന് കിതച്ചപ്പോൾ ഇതായിരിക്കും. അതെ, ഇത്ര നേരം അവിടെ സിമെൻറ്റും കട്ടിൽ ഇങ്ങനെ ഇരുന്ന് ചന്തി ഉറച്ച് ഞങ്ങൾ ഇത്തിരി ആൽബി കുറച്ച് ഇതെന്താ ഇതാണ് നമ്മുടെ മാനേജർ. ഇതല്ല, ഇത് നമ്മുടെ മറ്റേ ടെക്സ്റ്റ് ഇതല്ല കേട്ടോ. ഇത് കട്ട് കളഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് ഇതൊക്കെയാണ്. Welcome Ajmera to Executive Lounge. Your seat number A6 is valid. നമ്പർ ഉണ്ട്. ഓ, നീ A4 ആണോ? ഞാൻ ഇവള് A6. ഇവള് ഇത്തിരി ചെറുതാ. മെസ്സേജ് വന്നു. ഇവിടെ ഇങ്ങനെ 2 മണിക്കൂറിനാണ് സംഭവം. ഇത് കണ്ടോ, ആയിരിക്കുന്ന പ്രേതം. അത് 50 രൂപയുടെയാ. ഇത് 50 രൂപ 2 മണിക്കൂറിന്. ഇത് 100 രൂപ 2 മണിക്കൂറിന്. ഞങ്ങളിപ്പോൾ 1 മണിയായി. 1 മണി തൊട്ട് 6 മണി വരെ എടുത്തു. ഒന്ന് സമാധാനമായിട്ട് കിടക്കും. അവിടെ ഇരുന്നിട്ട് കഴുത്തും വേദന എടുത്ത്, നടുവിനും വേദന എടുത്ത്, ഇരിപ്പിടം ഇരിക്കുന്ന സ്ഥലത്തിലും വേദന എടുത്ത് അങ്ങനെ വെച്ച് സമാധാനത്തിന് അതിന് വന്നിരിക്കുന്നത്. ഇവിടെ ഇനിയും ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ഓടിക്കാൻ പറ്റില്ല. മറ്റേത് അവിടെ കാരണമുണ്ട്. വൈറ്റ് കണ്ടു വൈറ്റ്. അത് ഇത്തിരി കൂടിയും ലക്ഷറി. അതിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെയൊക്കെ വരും. ഇവിടെ നിന്ന് ചാർജ് ചെയ്യാം. അവിടെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് സോക്കറ്റ് വരും. നമ്മുടെ തന്നെ കാണാം. അത് ആ വെള്ളയ്ക്ക്. പിന്നെ അതിന് ബാക്കിൽ കുറച്ച് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മസാജറൊക്കെ ഉണ്ട്, ഫുഡ് മസാജറൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വീട്ടിൽ. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞു. അയ്യ ഉറങ്ങല്ലേ വെച്ചു? ഉറങ്ങല്ലേ മോളെ? ഉറങ്ങണ്ടേ? അങ്ങ് ഉറങ്ങുക. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ നിന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ സമയം 7 മണി. ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരത്താൻ പോകും. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 പോയിരിക്കട്ടെ. തന്നെ ഇവിടെ 10 മിനിറ്റായിട്ട് വിളിക്കുമോ? എൻ്റെ ചേട്ടിലെ സ്ഥലം കണ്ടോ? ആൽബി മോനേടാ. ആൽബി ചത്തു. തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കണ്ടാൻ. എടാ ആൽബി, റീൽസ് ഇരുന്ന് കാണോ? ഓരോന്നും അറിയുന്നത്. മൂക്കും ചൊറിയും കിടക്ക്. അനങ്ങണ്ട് ചേർത്തിട്ടില്ല. ഓ, എന്റെ കുട്ടൻ നോക്കി. സാമ്പാർ വടയാണോ? വട സാമ്പാറാണോ? നല്ല ഫ്രെയിം.
കുത്തി തരുമായിരുന്നു ടേസ്റ്റ് നോക്കാം കൈ മാറണം എങ്ങനെണ്ടാ വാവ് ഇപ്പോഴൊന്നും അറിയില്ല വെള്ളം പോലെ സാമ്പാർ വേണ്ട അറിയാം സാമ്പാറും മറ്റേ പിരിപിരി ഇഡ്ഡലിയാ. പിരിപിരി ഇഡ്ഡലി എനിക്ക് വട മാത്രം മതി. ഇഡ്ഡലി വേണ്ട. എന്തോന്ന് സാമ്പാറുടെ സാമ്പാറല്ല വെള്ളം. എടാ വട തരും ഒന്ന്. ചൂടുണ്ടോ വടക്ക്? ഇഡ്ഡലി ഫിനിഷ് ചെയ്തിട്ടത് വട. സാമ്പാറല്ല, എന്തോ ഉരുളക്കിഴങ്ങ് കറിക്കും ചിക്കൻ കറിക്കും ഉണ്ടായ സാമ്പാർ. അതെ ഇഡ്ഡലിക്ക് എന്തോ പ്രശ്നമുള്ളത്. സൂപ്പറാട്ടോ, പിരിപിരിപ്പുള്ള കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാമ്പാറാ അല്ലേ? സാമ്പാർ നല്ലായിരുന്നെങ്കിൽ അതെ അതെ, ഇഡ്ഡലി നല്ല, പക്ഷെ സാമ്പാറിന് എന്തോ റെയിൽവേയിൽ ഇങ്ങനെ മനിയൊക്കെ ഉണ്ടാക്കി കൂടെ. എന്താ ഇത്ര പാടുണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ അതായാലും കഷ്ടം. നല്ല സ്റ്റേഷൻ എന്ന് പറയാനുണ്ടല്ലോ, നമ്മുടെ ഊട്ടി പോയത് നമ്മൾ ചെയ്തായിരുന്നല്ലോ സ്റ്റേഷൻ, ചെന്നൈ കോയമ്പത്തൂർ. അത് നല്ല സ്റ്റേഷനായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് ആരും കിടക്കത്തുമില്ല. നമ്മൾ 2 സോഫയ്ക്ക് വലിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് അവിടെ, ഓർമ്മയില്ലേ? ആ റൂം എടുക്കത്തില്ല. ഫുഡും കുഴപ്പമില്ല, നല്ലതാ. ട്രെയിൻ പക്ഷേ ഡിലേയാവും, ഒരു 5-6 മണിക്കൂർ ഡിലേയാവും. രാവിലെ 2 മണിക്ക് വരേണ്ട ട്രെയിനൊക്കെ ചിലപ്പോൾ 9 മണി 10 മണിക്കൊക്കെ വരുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ. എന്താ ഇഡ്ഡലി അല്ലെങ്കിൽ ഇഡ്ഡലി വേണ്ടാന്ന്, ഇനി വട വരുമ്പോ തന്നാ മതി. വട വരും. നീ ഇഡ്ഡലി മാത്രം എന്താ അതിന്റെ കൂടെ ചാറത്തിന് എനിക്ക് കൂട്ടിത്തരേ, പിള്ളേർക്ക് മരുന്ന് കൊടുക്കണ മാതിരി. ചാറില്ലാത്ത സാമ്പാർ അല്ല, മറ്റേത് ചാറില്ലാത്ത സാമ്പാറോ? എനിക്കാണോ നീ ടീഷർട്ടിലാക്കാനായിട്ട് ഒരുത്തൻ ആ മറ്റേ ഇങ്ങനെ കേക്കണ. ഇനി വടയാണ് സാമ്പാർ. വെടിയുണ്ട വരി വരും. സ്ലോ മോഷൻ വീഡിയോ എടുത്തു ഇങ്ങനെടാ വടയായിട്ട് തോന്നുന്നത്. വടയല്ലേ ഓട്ട ഉള്ളോണ്ടാന്ന് തോന്നുന്നു, വടയായിട്ട് തോന്നുന്നു. ഓട്ടോ ശരി ഇട്ടതാണോ? കഴിച്ചോക്ക്. എനിക്ക് ചാറില്ലാണ്ടോ മതിയെ? ചാറില് മുക്കത് വടയായിട്ട് തോന്നണതാണോ അതോ ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ഒന്നുമില്ല. ടിപ്പു സുൽത്താൻ മറ്റേ യുദ്ധത്തിന് ഉപയോഗിച്ച സ്പൂണാന്ന് തോന്നുന്നു. വളഞ്ഞു പോണു. ബാഹുബലിയുടെ പന വളച്ച് ചാടുക. ഇതിന്റെ അകത്ത് കല്ല് വെച്ചിട്ട് ഇങ്ങനെ കവണ പോലെ വിട്ടത്. ഞാൻ പറഞ്ഞു സാമ്പാർ ഒഴിക്കും, കുറച്ച് വട വീഴും. ഇവിടെ തെറിച്ച് വീണായിരുന്നു. അത് പോയി തെറിച്ച് ആരും സ്പൂൺ ഉണ്ടാക്കിയത് അറിയത്തില്ല. ഞാനതാ പറഞ്ഞത്, സ്പൂണിനൊരു ബലമില്ല. വട കുഴപ്പമില്ല, നല്ലതാ. ഓ ഇത് ഇങ്ങനെയാ വലിച്ചിവിടെയുള്ള സ്കീമാറ്റിക് സാധനങ്ങളൊക്കെ വെറുതെ അല്ല, പ്ലാറ്റ്ഫോമിന് ഇവിടെ മാത്രമേ കണ്ടുള്ളൂ, അപ്പുറത്തെ കടയില്ലാത്ത ഇവിടുന്ന് വലിച്ചിടാം. ഓഹോ, സ്പൂൺ ഇങ്ങനെ വലിച്ച് ഒറ്റ വിടല്ലേ അപ്പുറത്തുള്ളവർക്ക്. വാവ്, ടെക്നോളജിയാ. കഴിഞ്ഞോ വട? ഇഡ്ഡലി മേടിക്കണ്ടായിരുന്നു, വട മേടിച്ചാൽ വട മാത്രം തരില്ല അവര്? തരും, തരും. ഇവിടെ എനിക്കൊന്ന് ഒരു പ്ലേറ്റിൽ കണ്ടിട്ടുണ്ട്. എത്ര പ്ലേറ്റിന്? 50 രൂപ. ട്രെയിൻ എത്ര മണിക്കൂർ ഡിലേ? 1 മണിക്കൂറാ ട്രെയിൻ? 1 മണിക്കൂർ ഡിലേയാണ് കാര്യം. 9 മണിക്ക് വന്നപ്പോൾ എത്തുമ്പോൾ 10 മണിയാവും അല്ലേ? ട്രെയിൻ വന്നു ഫൈനലി. 9 മണിക്ക് വന്നിട്ട് 9:15 വന്നു. വീട്ടിൽ പോകണ്ടേ അൽബി? വീട്ടിൽ പോകണം. അതെ അതെ, സൂപ്പർ.
സ്ലീപ്പറിൽ പോലെ അപ്പൊ അതിൻ്റെതായ ആ അതെ അതെ സ്ലീപ്പറിന് ഈ ലുക്ക് വേണം. എവിടെ B2 ഞങ്ങളുടെ S10 ആണ്. കുറച്ച് അങ്ങോട്ട് നടന്നാലോ? അല്ല S1 നിക്ക് S10 അല്ലേ? ചിലപ്പോ ഇങ്ങോട്ടാണെങ്കിലോ? S10 ആണ് നമ്മുടെ S10 Ben 10. നമ്മുടെ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തോട് തോന്നുന്നു ടു ഹെർ ഉറക്കത്തെ പേണിച്ചോളാം അതിൻ്റെ. ഇപ്പോൾ വീട്ടിൽ പോകണം. തൃശ്ശൂർ എത്ര തരണ്ടതാ? എത്ര നേരത്ത് 5 മിനിറ്റാണ് ഇതിൻ്റെ 5 മിനിറ്റിനുള്ളിൽ ഞാൻ തൃശ്ശൂരെത്തുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, ക്രിസ്മസ് ആഘോഷിക്കണം വീട്ടിൽ പോയിട്ട്. കുറേ നാളായി അല്ലേ? ഇപ്പോൾ വീഡിയോ നമുക്കിവിടെ മൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ യാത്ര ബ്ലോഗ് കഴിഞ്ഞു അല്ലേ? യാത്ര ബ്ലോഗ് കഴിഞ്ഞു. മൈൻഡപ്പ് ഒന്നും പറയല്ലോ നിങ്ങൾക്ക്? അതെന്തേലും പറയണം. അതല്ല യാത്രയെ കുറിച്ച്. യാത്ര ഭയങ്കര നല്ലതായിരുന്നു. 4 ദിവസത്തെ വലിയൊരു യാത്രയിൽ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തു, കുറേ കടലുകൾ കണ്ടു, കുറേ മണൽത്തരിയിലൂടെ നടന്നു. അങ്ങനെ ഒരു നീണ്ട 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എന്തേലും പറയാനുണ്ടോ? അവൾക്കൊന്നും പറയാല്ല. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.